മദ്യപാനി എന്ന് വെച്ചാൽ കിട്ടുന്ന പൈസയ്ക്ക് പണി ചെയ്ത് കിട്ടുന്ന പൈസയ്ക്ക് മുഴുവനായിട്ട് മദ്യപിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ 24 മണിക്കൂറും മദ്യപിച്ച് നടക്കുകയും അത് മദ്യപിക്കണം ഒറ്റ ചിന്തയുള്ളായിരുന്നു എനിക്ക്. അങ്ങനെ മദ്യപാൻ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഒരു അസുഖം വരാൻ ഇടയായി തീർന്നത്. അസുഖം എന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ചില്ലെങ്കിൽ ഉടനെ ഫിക്സ് പോലെ വന്ന് വരച്ച് താഴെ പോവുക, ബൈക്ക് ഓടിക്കുമ്പോൾ ബൈക്കിൽ നിന്ന് താഴെ വീഴുക, വാഹനത്തിൽ വീണ് തലയ്ക്കൊക്കെ ഒത്തിരി പരിക്കുകളൊക്കെ പറ്റി. അങ്ങനെ ദുഷ്കരമായ ഒരു ജീവിതമായിരുന്നു എൻ്റെ കഴിഞ്ഞ നാളുകളിൽ. ആ ഇടയ്ക്കൊക്കെ മാറാനാഥ മിനിസ്ട്രി മത്സരത്തിന് ഞങ്ങളുടെ ഭാഗത്ത് പ്രദേശത്തൊക്കെ വരികയും അവരിതുപോലെ എന്നെ കാണുവാനും ഇടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് അവർ പറഞ്ഞു, രതീഷ് നിന്റെ മദ്യപാനമൊക്കെ നിർത്തണം, ജീവിതത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ അവർ പറയാനിടയായി. ഞാനതൊന്നും കേൾക്കുവാൻ നിന്നില്ല. വീണ്ടും ഞാൻ മദ്യത്തിന് അടിമയായി ഇങ്ങനെ തന്നെ ജീവിച്ചു. അവരെല്ലാം എനിക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കാൻ ഇടയായി. എന്നോട് ഉപദേശിച്ചു, പള്ളി വരണം, പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, രതീഷിനെ കൊണ്ട് പറ്റും ഇത് മാറ്റാൻ. അങ്ങനെ നിരന്തരമായി അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനും സ്വയമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ കുറച്ചുനാൾ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിങ്ങനെ കടന്നുപോയി. ദൈവം എന്തോ അത്ഭുതം എന്നെ പ്രവർത്തിച്ചു. കുറച്ചുനാൾ ഞാൻ പള്ളിയിൽ പോകാൻ 2 പള്ളിയിൽ പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് നിൽക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. പെയ്യെ ആ രോഗങ്ങളിൽ നിന്നും വിടുതല കൊടുത്തു. മദ്യപാനം നിർത്താൻ വേണ്ടി ഞാൻ അഡിക്ഷൻ സെൻ്ററിൽ പോയിട്ടുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. രോഗത്തിൻ്റെ വിടുതല കിട്ടാൻ വേണ്ടി ഒരുപാട് ചികിത്സകൾ ചെയ്തു. ഒരിക്കലും ഒരു ഡോക്ടറിന് പോലും കഴിയാത്താണ് ദൈവം എനിക്ക് എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം എനിക്ക് അനുഗ്രഹം തന്നു. എൻ്റെ രോഗത്തിൽ നിന്നും വിടുതല തന്നു, എൻ്റെ മദ്യപാനത്തിൽ നിന്നും പൂർണ്ണ വിടുതല തന്നു. ഇപ്പോൾ ഞാൻ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നു. ദൈവം എന്നെ ഇത്രത്തോളം അത്ഭുതകരമായിട്ട് രോഗത്തിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും എന്നെ വിരിവിച്ചല്ലോ. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു ഞാൻ. തുടർന്ന് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുകയും തുടർന്ന് അവിടുത്തെ കൽപ്പന പ്രകാരം ഞാൻ സ്ഥാനം കഴിക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ ഞാനും കുടുംബസമേതം ഞങ്ങൾ തടിയൂർ ബ്രദറൻ സഭയിൽ എല്ലാ ആഴ്ചയിലും കത്തിരിമേശയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. തുടർന്ന് നാളുകളും ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇപ്പോൾ കുടുംബത്തിലുള്ളവർക്കും എല്ലാവർക്കും, ഞങ്ങളുടെ പ്രദേശത്തുള്ളവർക്കും എല്ലാവർക്കും, എൻ്റെ കൂടെ ജോലി ചെയ്തവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ്. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നത് ഇതിനടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ മദ്യപാനികളാക്കുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. മദ്യപാനം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഒന്നും നേടാനില്ല. നമ്മുടെ ശരീരം സ്വയമേ നമ്മൾ നശിക്കുകയല്ലാതെ മദ്യപാനം കൊണ്ട് നമുക്ക് ഒരു സുഖവും ഒരു സന്തോഷവും ഒന്നും തന്നെ ലഭിക്കില്ല. നമ്മുടെ ധനനഷ്ടം, മാനനഷ്ടം എല്ലാം കൊണ്ടും മദ്യപാനി തന്നെയല്ല, നമ്മുടെ കുടുംബക്കാർക്ക് വരെ അതൊരു ബാധ്യതയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, കുടുംബത്തിൽ ആർക്കും തന്നെ സമാനം ഇല്ലാത്തൊരു കാര്യമാണ്. മദ്യം നിർത്തുന്നതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കഴിച്ച് കിട്ടുന്നതാണ്. മദ്യം എന്തിനാണ് വെറുതെ കഴിക്കുന്നത്? ആ പൈസയ്ക്ക് എന്തെല്ലാം മേടിക്കാം, എന്തെല്ലാം ചെയ്യാം. അങ്ങനെയൊക്കെ ചിന്തിച്ച് ദൈവത്തെ വിളിച്ച് ദൈവത്തെ ആരാധിക്കുക. ദൈവം പ്രാർത്ഥന കേൾക്കും. ഈ മദ്യപാനം നിർത്തി നല്ല രീതിയിൽ ജീവിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.